നേരത്തെ നമ്മുടെ കേരളം ഭരിച്ചിരുന്ന 10 വർഷം ഇവിടെ ഭരിച്ചിരുന്ന സഖാവ് പിണറായി വിജയൻ സർക്കാർ, ആ സർക്കാരിന്റെ ഭരണശൈലിയിൽ നിന്ന് മാറി വേറിട്ട മറ്റൊരു ഭരണശൈലിയിൽ നമ്മുടെ കേരളത്തെ കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ ഒരു പൊളിച്ചെടുത്ത് ലക്ഷ്യമായിട്ടാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ഏറെക്കുറെ വ്യക്തമാണ്. ഒരു 1.5 മാസമായിട്ടുണ്ട് ഒരു അധികാരമേറ്റതിന് ശേഷം. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെച്ച് നമ്മൾ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. രാഷ്ട്രീയ വൈര്യങ്ങൾക്ക് നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. ഇതിന്റെ ആദ്യപടിയായിട്ടാണ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന VIP സുരക്ഷാ പ്രോട്ടോക്കോളുകളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയത്. നമുക്കറിയാം നേരത്തെ പിണറായി വിജയൻ നമ്മുടെ പഴയ മുഖ്യമന്ത്രി എങ്ങനെയാണ് സഞ്ചരിച്ചത് എന്ന്. അദ്ദേഹം സഞ്ചരിക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവരെയും തടസ്സപ്പെടുത്തും. അതായത് സാധാരണക്കാരായ ജനങ്ങൾ, ആ ജനങ്ങളെ അവരുടെ സുഗമമായ സഞ്ചാരത്തിനും ജീവിതത്തിനും എല്ലാം തുണയാകേണ്ട, അതിനുവേണ്ടി ഭരണത്തിലേറിയ ആള് തന്നെ അയാൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സകലം ട്രാഫിക് ലൈറ്റ് അടക്കം ഓഫ് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അതാണ് നമ്മൾ കണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ നേരെ അതിന്റെ വിപരീതമായിട്ട് അത് പാടില്ല. ജനങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മൾ യാത്ര ചെയ്യണം. അവർ നമുക്ക് വേണ്ടി വഴിമാറി തരും, അത് മതി. അല്ലാത്തൊരു പ്രോട്ടോകോൾ വേണ്ട എന്ന് കർശനമായ നിർദ്ദേശം ആഭ്യന്തര വകുപ്പിന് വി.ഡി. സതീശൻ കൊടുത്തത്. സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരാഡംബരവും തന്റെ യാത്രകൾക്ക് അകമ്പടിയായിട്ട് ഉണ്ടാകരുത് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പൈലറ്റ് വാഹനം അത് മാത്രം മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പോരാ, ഒരു എസ്കോർട്ട് കൂടി വേണം എന്ന നിയമപരമായിട്ടുള്ള നിർബന്ധം. എന്നാൽ ശരി, 2 വാഹനങ്ങൾ, തന്റെ വാഹനം കൂടാതെ 2 വാഹനങ്ങൾ, മുന്നിലൊന്ന് പിന്നിലൊന്ന്, അത് മതി. അങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പൊതുസമൂഹത്തിൽ വലിയ തോതിൽ സ്വീകരിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ജനപ്രിയത അത് ഉയർത്താൻ ഏറെ സഹായിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ഈ ഭരണപരമായിട്ടുള്ള മാറ്റങ്ങളെ അട്ടിമറിക്കാനും ഈ വി.ഡി. സതീശൻ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാനും വി.ഡി. സതീശനെ ജനങ്ങൾ വെറുക്കാനും ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ചിലർ ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിൽ മണിക്കൂറുകൾക്ക് മുമ്പേ ട്രാഫിക് സിഗ്നലുകൾ ഓഫാക്കുക, യാത്രക്കാരെ വഴിയിൽ തടയുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. അത് പ്രായോഗിക തലത്തിൽ പഴയ സുരക്ഷാ രീതികൾ തന്നെയാണ്. പിണറായി പോയതുപോലെ തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഈ വി.ഡി. സതീശനും പഴയൊരു പിണറായി തന്നെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കണം. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്ന് ജനങ്ങളെ അങ്ങോട്ട് ധരിപ്പിക്കണം. അതിനാണ് ഈ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ വേറെ മാർഗമൊന്നുമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പോലും ജനപ്രിയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ആക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇളക്കി വിടണമല്ലോ. അപ്പൊ അത് സാധിക്കുമെന്ന് തന്നെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടും പോലീസ് സേനയുടെ തലപ്പത്ത് ഇപ്പോഴും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ശൈലിയോട് കൂറു പുലർത്തുന്ന ഒരു വിഭാഗം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ പ്രതിസന്ധിക്ക് പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ സർക്കാരിന്റെ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തകിടം മറിച്ചിട്ട് അത് നശിപ്പിക്കാൻ ഈ ഉദ്യോഗസ്ഥ വൃന്ദം ആസൂത്രിതമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാൻ ബി, അതിന്റെ ഭാഗമായിട്ടാണ് നിലവിലെ ഈ വഴിതടയലുകൾ അരങ്ങേറുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വെട്ടിലാക്കുക എന്ന വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഇതിന് പിന്നിലുണ്ട്. നിയന്ത്രണങ്ങൾ കാരണം റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന പൊതുജനങ്ങൾ, ഈ മന്ത്രി പോകാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ടേക്കുന്ന വാഹനങ്ങൾ, അതിന്റെ പ്രതിഷേധവും നീണ്ട വാഹന വ്യൂഹത്തിന്റെ ദൃശ്യങ്ങളുമൊക്കെ മൊബൈലിലോട്ട് പകർത്തി ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ വഴിയിട്ട് വലിയ തോതിൽ പ്രചരിപ്പിക്കുകയാണ് സാധാരണ ഇതിൽ ഇവരുടെ രീതി. ഇനിയിപ്പോൾ വാഹനങ്ങൾ ഓരോന്നോരോന്ന് കൂട്ടി വന്നിട്ട് കണ്ടോ, വെറുതെ പറഞ്ഞു, ആദ്യം ഇപ്പോൾ 2 വാഹനം വന്നു, വാഹനങ്ങൾ കൂട്ടി എന്നവർ കൊണ്ടുവരണം. സതീശൻ ഭരണകൂടം പഴയതുപോലെ തന്നെയാണ് എന്ന് വരുത്തി തീർത്ത്, പഴയ ഭരണകൂടം പോലെ തന്നെയാണെന്ന് വരുത്തി തീർത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യക്തിഹത്യ നടത്താനാണ് സത്യത്തിൽ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ പോലീസുകാരടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം പോലീസുകാർ നിലവിലെ ഭരണ സംവിധാനത്തെ തന്നെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസിനുള്ളിൽ നിന്ന് നടക്കുന്ന ഈ രാഷ്ട്രീയ ഒത്തുകളി, അട്ടിമറി നീക്കം, ഇതൊക്കെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര സാഹചര്യം എന്നോണം സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹം നേരിട്ട് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതും തന്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം താക്കീത് നൽകിയത്. പോലീസിലെ രാഷ്ട്രീയ അതിപ്രസരം, പിന്നെ മുൻ പിണറായി സർക്കാരിനോടുള്ള മുൻ ഭരണകൂടത്തോടുള്ള ഒരു വിധേയത്വം, അത് അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ കർശനമായ സ്ഥലമാറ്റം ഉണ്ടാകും, അച്ചടക്ക നടപടി ഉണ്ടാകും, ഇതൊക്കെ നേരിടേണ്ടി വരും എന്നുള്ള ശക്തമായ സന്ദേശമാണ് മുഖ്യമന്ത്രി ഇതിലൂടെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും പിണറായി വിജയൻ എന്ന ഒരു പഴയ
ആഭ്യന്തരമന്ത്രി, അദ്ദേഹം രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പരിശീലിപ്പിച്ചെടുത്ത ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. പിണറായിയോട് കൂറുള്ള കുറെ പോലീസുകാർ, അവരിപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവർക്കൊരു സുപ്രഭാതത്തിൽ ഭരണം മാറിയത് അംഗീകരിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പോലീസിന് നേരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ അവർക്ക് യൂണിയനുകളുണ്ട്. ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതല്ല ഇവിടെ. ഓരോ സർക്കാർ മേഖലയിലുള്ള ഉദ്യോഗസ്ഥരും അവരവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യൂണിയനുകൾ. ഏത് തെമ്മാടിത്തരം ആര് കാണിച്ചു കഴിഞ്ഞാലും അവനെ സംരക്ഷിക്കാൻ യൂണിയനുകൾ, അല്ലെങ്കിൽ അവരുടെ സംഘടനകൾ. അതാണ് ഇവിടുത്തെ കഥ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇവിടെ സത്യത്തിൽ യൂണിയനുകളില്ല. ഏത് യൂണിയനാണ് ഉള്ളത്? ആ യൂണിയനുകളാണ് ഇവിടുത്തെ സർക്കാർ എന്ന് പറയുന്നത്, സർക്കാർ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അവരെ ആകട്ടെ മര്യാദയ്ക്ക് ഇരിക്കാൻ ബാക്കിയുള്ളവർ സമ്മതിക്കത്തുമില്ല. ഇതാണ് നിലവിലുള്ള അവസ്ഥ. ഏതായാലും ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്കാണെന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ പ്രോട്ടോകോള് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ സഞ്ചരിക്കാൻ കഴിയണമെന്നും, അല്ലെന്നുണ്ടെങ്കിൽ നല്ല പണി, മുട്ടം പണി ആരാണോ കാണിക്കുന്നവർക്ക് കിട്ടുമെന്നുള്ളൊരു താക്കീത് എന്തുകൊണ്ടും അത് നല്ലതാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കുന്ന ഒരു സർക്കാർ ജനങ്ങളോടൊപ്പമായിരിക്കണം, അല്ലാതെ ജനങ്ങളിൽ നിന്ന് അകന്നായിരിക്കരുത് അവർ ഭരിക്കേണ്ടത്. ഇപ്പോഴത്തെ വി ഡി സതീശന്റെ നീക്കം ഏകദേശം അതുപോലെയാണെന്ന് തോന്നുന്നുണ്ട്. അതങ്ങനെ തന്നെ നടക്കട്ടെ, ജനകീയമാകട്ടെ. Different angles. Don't forget to subscribe and support this channel.